കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി വാർത്താ സമ്മേളനം മാറ്റിവെച്ചതിന് പിന്നിൽ അഭിപ്രായ ഭിന്നത. ഇന്ന് രാവിലെ 10:30 വി ഡി സതീശൻ, കെ സുധാകരൻ എന്നിവരുടെ വാർത്താ സമ്മേളനം നിശ്ചയിച്ചിരുന്നത്. രാഷ്ട്രീയ കാര്യ സമിതിയിൽ നേതാക്കൾക്കിടയിലുണ്ടായ അഭിപ്രായ ഭിന്നതയാണ് സമ്മേളനം മാറ്റിവെക്കാൻ കാരണം എന്നറിയുന്നു. രശ്മി കാർത്തിക ചേരുന്നു തിരുവനന്തപുരത്ത് നിന്ന്. രശ്മി, അടി അവസാനിക്കുന്നില്ലേ കോൺഗ്രസിൽ? കോൺഗ്രസിലെ അടി അവസാനിക്കുന്നില്ല. ഈ ഐക്യ സന്ദേശം നൽകുന്നതിന്റെ ഭാഗമായിട്ട് രാഷ്ട്രീയകാര്യ സമിതിയിൽ ധാരണയായതാണ് ഈ വാർത്താ സമ്മേളനം. ആ വാർത്താ സമ്മേളനം ഇന്ന് രാവിലെ 10:30-ക്കാണ് നിശ്ചയിച്ചത്. വി ഡി സതീശനും കെ സുധാകരനും ഉൾപ്പെടെയുള്ളവർ പങ്കെടുക്കുന്ന ഒരു സംയുക്ത വാർത്താ സമ്മേളനമായിരുന്നു നിശ്ചയിച്ചിരുന്നത്. എന്നാൽ രാവിലെ ഈ വാർത്താ സമ്മേളനം മാറ്റിവെക്കുന്നതായി അറിയിക്കുകയായിരുന്നു. അതിന് പിന്നിലെ ഒരു കാരണമെന്ന് പറയുന്നത് AICC സെക്രട്ടറിക്ക് ഒരു വാഹനാപകടം പാലായിൽ വെച്ച് രാവിലെ സംഭവിച്ചിരുന്നു. അത് അവിടേക്ക് പോകേണ്ടത് കൊണ്ടാണ് ഈ വാർത്താ സമ്മേളനം മാറ്റിവെച്ചത് എന്നുള്ളതായിരുന്നു ഒരു വിശദീകരണമായി എത്തിയത്. പക്ഷേ ഇതിൽ സംയുക്ത വാർത്താ സമ്മേളനം മാറ്റിവെച്ചതിന് പിന്നിൽ അഭിപ്രായ ഭിന്നത എന്നുള്ളതാണ് ഇപ്പോൾ നിലവിൽ പുറത്തുവരുന്ന വിവരങ്ങൾ. കാരണം AICC സെക്രട്ടറിക്ക് അപകടം ഉണ്ടായതിനു ശേഷം പാലയിലായിരുന്നു ചികിത്സയിൽ തുടർന്നത്. പക്ഷേ അവിടേക്ക് നേതാക്കൾ ആരും എത്തിയിട്ടില്ല എന്നുള്ളതാണ്. വി ഡി സതീശൻ ഇപ്പോഴും തിരുവനന്തപുരത്തുണ്ട്. കെ സുധാകരൻ ഉച്ചയ്ക്ക് ശേഷമാണ് കൊച്ചിയിലേക്ക് തിരിച്ചത്. രാവിലെ 10:30-ക്കാണ് ഈ വാർത്താ സമ്മേളനം നിശ്ചയിച്ചത്. വി ഡി സതീശനും സുധാകരനും ദീപാദാസ് മുൻഷിയും ഉൾപ്പെടെ തിരുവനന്തപുരത്ത് ഉണ്ടായിട്ടും ഈ വാർത്താ സമ്മേളനം നടന്നില്ല. ഈ രാഷ്ട്രീയകാര്യ സമിതിയിൽ നേതാക്കൾക്കിടയിൽ ഉണ്ടായ ഒരു അഭിപ്രായ ഭിന്നതയാണ് ഈ സമ്മേളനം മാറ്റിവെക്കാൻ കാരണമായത് എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. അനിൽ, കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ വാർത്താ സമ്മേളനം മാറ്റിവെച്ചതിന് പിന്നിൽ അഭിപ്രായ ഭിന്നത. രാവിലെ 10:30 വി ഡി സതീശൻ, കെ സുധാകരൻ എന്നിവരുടെ വാർത്താ സമ്മേളനം നിശ്ചയിച്ചിരുന്നു. രാഷ്ട്രീയകാര്യ സമിതിയിൽ ഇന്നലെ നേതാക്കൾക്കിടയിലുണ്ടായ അഭിപ്രായ ഭിന്നതയാണ് സമ്മേളനം മാറ്റിവെക്കാൻ കാരണമെന്നറിയുന്നു. രശ്മിയാണ് വിവരങ്ങൾ നൽകിയത്.